കഥ ഗംഗ. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. ഗംഗ. കൈലാസ സാനുക്കളിലെ പ്രകൃതി രമണീയമായൊരു ഉദ്യാനം. സുഗന്ധപുഷ്പത്താൽ മനം കുളിർക്കുന്നു. ആ ഗന്ധം വഹിച്ചുകൊണ്ട് മെല്ലെ വീശുന്നു പവനൻ. ആരും മോഹിക്കുന്ന പുല്ലകുസുമങ്ങൾ തുഷാര ബിന്ദുക്കളെ വഹിച്ചുകൊണ്ട് ചാഞ്ചാടി കളിക്കുന്നു. കൈലാസനാഥനായ പരമശിവൻ തൻ്റെ ജടാമകുടത്തിൽ വസിക്കുന്ന പ്രിയ ഗംഗയെ താലോലിക്കുകയാണ്. മദനലീലാ പരവശരായ അവർ സ്വയം മറന്നു ലയിച്ചിരിക്കുമ്പോഴാണ് നിം എന്ന ശബ്ദം. സമ്പൂർണ്ണ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിയ ശബ്ദം. ആനന്ദലഹരിക്ക് വിരാമമിട്ടുകൊണ്ട് അല്പം നീരസത്തോടെ പരമേശ്വരൻ ആ ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് നോക്കി. അതാ കുളികഴിഞ്ഞ് ഈറൻ വസ്ത്രത്തോടെ നിൽക്കുന്നു പാർവതി. അവളുടെ കയ്യിൽ നിന്നും വീണ എണ്ണപ്പാത്രമാണ് അനവസരത്തിൽ ശബ്ദമുണ്ടാക്കിയത്. പാർവതിയുടെ വാർമുടിയിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തിനൊപ്പം കണ്ണുനീരും ഇറ്റിറ്റ് വീഴുന്നു. തന്നെ കണ്ടിട്ടും നെഞ്ചോടമർന്ന് തൻ്റെ കരവലയത്തിലുള്ള ഗംഗയെ താഴെ നിർത്താൻ ശ്രമിക്കാത്ത പ്രിയ ഭർത്താവിൻ്റെ പ്രവൃത്തിയിൽ ഉറക്കെ വിലപിച്ചുകൊണ്ട് പാർവതി പാർപ്പിടത്തിലേക്ക് ഓടി. ഗംഗ ദയനീയമായി പ്രിയനെ നോക്കി. അല്പം പോലും ചാഞ്ചല്യമില്ലാത്ത മനസ്സോടും ഭാവത്തോടും ഈശൻ ഗംഗയെ പുണർന്നു ചുംബിച്ചു. ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഉത്തരീയമെടുത്തണിഞ്ഞ് ഗംഗ തൻ്റെ ഇരിപ്പിടമായ ഭഗവത് ശിഖയിൽ മറഞ്ഞു. അല്പനേരം കൂടെ അവിടെ ഇരുന്ന് മനസ്സ് ശാന്തമായപ്പോൾ കൈലാസനാഥൻ പാർവതിയുടെ അന്തഃപുരത്തിലെത്തി. പാർവതി ഈറൻ വസ്ത്രത്തോടെ തന്നെ തേങ്ങിക്കരഞ്ഞു കിടക്കുകയാണ്. ശ്രീ പരമേശ്വരൻ മെല്ലെ വിളിച്ചു, പ്രിയേ. സങ്കടം അധികമായ രീതിയിൽ പാർവതി ഉറക്കെ കരഞ്ഞു. ശിവഭഗവാൻ പാർവതിയുടെ അടുത്തിരുന്നു. അവളെ പിടിച്ചു മടിയിലിരുത്തി കണ്ണീർ തുടച്ചു. ഈറൻ മാറാൻ സഹായിച്ചു. പാർവതി ഒരു പാവ പോലെ വഴങ്ങി നിൽക്കുകയാണ്. ആ മനസ്സ് ശാന്തമായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പ്രിയേ, നീ എന്തിനാണ് ഇങ്ങനെ കോപിക്കുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഗംഗയെ ഒരു നാളും വിട്ടുപിരിയാൻ എനിക്കാവില്ല എന്ന്. നീ ഉള്ളപ്പോഴും നീ ഇല്ലാത്തപ്പോഴും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളുടേത്. ഗംഗ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായവളാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഏറ്റക്കുറച്ചിലില്ലാതെ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. ഈ വൈരം കളയണമെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്. ഗംഗ അതനുസരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു രാത്രി പോലും നമ്മുടെ പ്രണയലീലകൾക്ക് ഭംഗം വരുത്താതെ കഴിയുന്നത്. ഇന്ന് വരെ അവൾ അതിൻ്റെ പേരിൽ പരിഭവിക്കുക കൂടി ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എന്നെ ഒരു സമയത്തും വിട്ടുപിരിയാത്തവളാണ് ഗംഗ. തൻ്റെ പ്രിയ ഭർത്താവ് പറഞ്ഞ ആ വാക്കുകളുടെ ഗൂഢാർത്ഥം പാർവതി ഓർത്തു. ചിന്താമണ്ഡലത്തിൽ സതിയും പരമേശ്വരനും ഉണർന്നു വന്നു. പിതാവ് ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കണം, അമ്മയെയും സഹോദരങ്ങളെയും കാണണം എന്ന സതിയുടെ അഭിപ്രായത്തിലെ യുക്തിയില്ലായ്മ സംഹാരകർത്താവായ ശ്രീ പരമേശ്വരൻ ഭാര്യയെ ഓർമ്മിപ്പിച്ചു. ലോകരെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന യാഗത്തിൽ നമ്മളെ മാത്രം ക്ഷണിക്കാതിരിക്കുക എന്ന മനഃപൂർവ്വമായ അവഗണന, സ്വന്തം ഭർത്താവിനെ പുച്ഛിക്കുന്ന ഇടത്തേക്കുള്ള യാത്ര. ഇനി ജാമാതാവിനെ മറന്നാലും സ്വന്തം പുത്രിയെങ്കിലും ക്ഷണിക്കാമായിരുന്നില്ലേ? ഭർത്താവ് പറഞ്ഞതെല്ലാം തികച്ചും ശരിയാണ്. എന്നാലും ഓമനപുത്രിയായ ഞാൻ ചെന്നാൽ പിതാവ് സന്തോഷിക്കുകയുള്ളൂ എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ പരമേശ്വരൻ സമാധി അവസ്ഥയിൽ തൃക്കണ്ണു പൂട്ടി. ദക്ഷയാഗവേദിയിലെത്തിയ തന്നെ സ്വീകരിച്ചില്ലെങ്കിലും സാരമില്ലായിരുന്നു. താൻ കേൾക്കെ പ്രിയ ഭർത്താവിനെ ഭത്സിക്കുകയും പരിഹാസത്തോട് പൊട്ടിച്ചിരിക്കുകയും ചെയ്ത പിതാവിനെ കണ്ട് കോപിച്ച് സതി ഹോമകുണ്ടത്തിൽ ചാടി ദേഹത്യാഗം ചെയ്തു. വിവരമറിഞ്ഞ കൈലാസനാഥൻ പ്രപഞ്ചം കുലുങ്ങുമാറ് സംഹാര താണ്ഡവമാടി. തൻ്റെ ജടയിൽ നിന്നുമുണ്ടായ വീരഭദ്രനെയും കാളിയെയും വിട്ട് ദക്ഷനെ വധിക്കുകയും ഹോമം അപൂർണമാക്കുകയും ചെയ്തു. പാർവതി സതിയുടെ മനസ്സോട് ചിന്തിക്കുകയാണ്. ഭാര്യയുടെ മരണശേഷം ബ്രഹ്മചാരിയെപ്പോലെ ഘോര തപസ് അനുഷ്ഠിക്കുകയായിരുന്നു പരമേശ്വരൻ. കാലങ്ങൾ കഴിഞ്ഞു. പുനർജന്മമായി ഈ പാർവതി ഭാര്യയാകും വരെ സ്ഥലകാലങ്ങൾ മറന്ന തപം. അന്നും നിശബ്ദം തൻ്റെ പ്രിയൻ്റെ മനോഗതി എറിഞ്ഞ് പിരിയാതെ ഒപ്പം നിന്നവളാണ് ഗംഗ. സ്ത്രീ സഹജമായ ദേഷ്യമുണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ അഭാവത്തിൽ സന്തോഷിക്കുകയും ഭർത്താവിനെ തനിക്ക് മാത്രമായി കിട്ടിയല്ലോ എന്നോർത്ത് കൂടുതൽ സ്വാതന്ത്ര്യത്തോട് പെരുമാറുകയും ചെയ്യുമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായില്ല. ആ നിലയ്ക്ക് ഗംഗയെ സ്തുതിക്കുകയാണ് വേണ്ടത്. തൻ്റെ ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ അവൾ രതിക്രീഡകളിൽ മുതിരുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം അവൾ തനിക്കായി പരമേശ്വരനെ വിട്ടുതരികയല്ലേ ചെയ്തിട്ടുള്ളൂ. പ്രിയ പാർവതിയുടെ മനോവിചാരങ്ങൾ മനക്കണ്ണിൽ കണ്ടുകൊണ്ടിരുന്ന പരമേശ്വരൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. പാർവതി നിലത്ത് മുട്ടുകുത്തി നിന്ന് വിളിച്ചു, ഗംഗയെ. ആദ്യമൊന്നും കേട്ടില്ല എന്ന് നടിച്ച ഗംഗ കരഞ്ഞുകൊണ്ടുള്ള പാർവതിയുടെ വിളിയിൽ തളർന്നു. പാവമുമ്മ,
ഗംഗ ശിവജടയിൽ നിന്ന് നോക്കി. പാർവതി സന്തോഷത്തോടെ കൈകൂപ്പിക്കൊണ്ട്, എന്നോട് ക്ഷമിക്കൂ ഗംഗേ. ഒരു ചെറിയ സമയത്തേക്കെങ്കിലും ഞാൻ സ്വാർത്ഥിയായിപ്പോയി. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഗംഗ പാർവതിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഈശ്വര ജടയാകുന്ന തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. പരമേശ്വരൻ പാർവതിയെ പുണർന്നു തൻ്റെ ഇടതു തുടയിൽ ചേർത്തിരുത്തി. പാരിജാത പുഷ്പഗന്ധം അവിടെയെല്ലാം പരന്നു. ശുഭം.